പേര് ജിഷാർ. പിന്നെ പൂക്കോട്ടുംപാടം യമാനിയ സ്കൂളിന്റെ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിൽ EK സീറ്റ് വർക്ക് എന്ന സ്ഥാപനം. മേഖലയിൽ സ്റ്റാർട്ട് ചെയ്തത് 2010 ഏകദേശം ആ ഒരു കാലഘട്ടത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ പണി പഠിച്ചതിന് ശേഷം ഞാൻ സൗദിയിലും ദുബായിലൊക്കെ പോയിട്ട് എത്തിയിട്ട് ഇപ്പോൾ ഇവിടെ പൂക്കോട്ടുംപാടം യമാനിയ സ്കൂളിന് മുൻവശത്ത് സ്ഥാപനം തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4 വർഷം ആയിട്ടുണ്ട്. നമ്മൾ കാര്യമായിട്ട് ചെയ്യുന്നത് ഇവിടെ ബൈക്ക് സീറ്റ് വർക്ക് ആണ്. കൂടുതലും കസ്റ്റമേഡ് ആണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ടിപ്പർ, അതുപോലെ ബസ്, അതുപോലെ പിന്നെ കുഷൻ, പിന്നെ സ്റ്റൂളുമേ ഇരിക്കാനുള്ള കുഷൻ, അങ്ങനത്തെ സ്പോഞ്ച് പരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ കൂടുതലും ചെയ്യുന്നത് ബൈക്കാണ്. പിന്നെ കസ്റ്റമറാണ് കൂടുതൽ. എല്ലാ ബൈക്കും ഏകദേശം നമ്മൾ എടുക്കും. ബുള്ളറ്റ് എടുക്കും, സ്കൂട്ടി എടുക്കും, ബൈക്ക് സാധാ ബൈക്ക് എടുക്കും. പിന്നെ ടിപ്പർ കാര്യങ്ങൾ, അങ്ങനെ സീറ്റ്, അതുപോലെ സ്പോഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ അതൊക്കെ നമ്മൾ ഏറ്റെടുക്കാറുണ്ട്. കൂടുതലും കസ്റ്റമേഡാണ് ചെയ്യാറുള്ളത്. ആ ലെവലിൽ നമ്മൾ ചെയ്തു കൊടുക്കും. അതിനുള്ളത് അവർ പിന്നെ സാധനങ്ങൾ, മെറ്റീരിയൽ അവർ വാങ്ങിച്ചു തരും. അതുപോലെ നമ്മൾ ചെയ്തു കൊടുത്താൽ മതി. രീതിയിലും ചെയ്യാം. നമ്മൾ വാങ്ങിയിട്ട് അവർക്ക് ബില്ല് കൊടുത്താൽ പിന്നെ വർക്കിന് ഫീയും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് എമൗണ്ട് ക്ലിയർ ചെയ്തിട്ട് അവർ പോവും. അതെല്ലാം ഇപ്പോൾ അവർ വാങ്ങിച്ച് തരുന്ന എമൗണ്ടിൽ നമുക്ക് വർക്കും ഫീ മാത്രമേ വരുള്ളൂ. എമൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ അവർ പിന്നെ ബില്ല് സെറ്റിൽ ചെയ്തിട്ട് അങ്ങനെ പോലാണ്. 2 ടൈപ്പിൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ മോഡലിനനുസരിച്ചാണ് വരും. മോഡൽ ഫ്ലാറ്റ്, പിന്നെ മോഡലൊന്നും ഇല്ലാതെ ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം സമയം വേണ്ടിയില്ല. മോഡൽ അവർ പറയുന്ന മോഡൽ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ടൈമിങ് നമുക്ക് വരും. കൂടുതലും പിന്നെ റെക്സിനാണ് നമ്മൾ ഉപയോഗിക്കുക. പിന്നെ കുഷൻ ടൈപ്പ് ആകുമ്പോഴും മാത്രമേ ഇത് സ്പോഞ്ച് പരമായിട്ട് നമ്മൾ പിന്നെ നനയാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ബൈക്കിന് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ ബൈക്ക് എന്ന് പറയുമ്പോൾ വെള്ളം തട്ടുന്ന ഒരു ഭാഗം ആണ്. നമ്മൾ ഡെയിലി യൂസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പോൾ അതിനനുസരിച്ചുള്ള റെസിനും കാര്യങ്ങൾ പിന്നെ സ്ക്രാച്ച് വരാത്ത രീതിയിലുള്ളതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ട് അങ്ങനെ കൊടുക്കാറുണ്ട്. പിന്നെ സ്പോഞ്ച് പരമാവധി ഒഴിവാക്കലാണ് ബൈക്കിന്. കാരണം നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡിസ്റ്റർബൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യാറുള്ളൂ. 4 ഭാഗത്തുനിന്ന് വർക്ക് വരാറുണ്ട്. വർക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കസ്റ്റമേഴ്സിനെ പിന്നെ ഡീൽ ചെയ്തതിന് ശേഷം അവർ വേറൊരാളോട് നമ്മളെ ഡീറ്റെയിൽസ് പറഞ്ഞു. അങ്ങനെയാണ് നമുക്ക് കസ്റ്റമർ ഇപ്പോൾ കൂടിക്കൂടി വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണോ കസ്റ്റമേഴ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് ക്ലയൻസുകൾ ഇത് ചെയിൻ പരമായിട്ട് അങ്ങനെ നമുക്ക് കൂടുതൽ വരാറുള്ളത് അങ്ങനെയാണ്. വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം വരാറുണ്ട്. അങ്ങനെയാണ് കൂടുതൽ വരാറുള്ളത്. വാറണ്ടി കൊടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ക്ലോത്തിനനുസരിച്ചാണ് വരിക. നമ്മളിപ്പോൾ കുറഞ്ഞതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതുണ്ട്, കൂടിയതിൽ ചെയ്യാൻ പറ്റുന്നതുണ്ട്. കൂടിയതിലാവുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് പറയും. കുറഞ്ഞതാവുമ്പോൾ നമുക്ക് പറയും ഇത് കൂടുതൽ നിൽക്കത്തില്ല, ഇതിൽ ആവറേജ് നമുക്കിപ്പോൾ ഇത് എനിവേ ഇപ്പോൾ മഴക്കാലം കഴിച്ചിലാവാനാണെന്നുണ്ടെങ്കിൽ ആ ലെവലിലുള്ള മെറ്റീരിയൽ ആ റേഞ്ച് നമ്മൾ പറയും. ഇപ്പോൾ നല്ല ക്ലോത്തിൽ ചെയ്യുമ്പോൾ ഒരു 4-5 വർഷം കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ക്ലോത്തിൻ്റെ റേഞ്ച് നമ്മൾ കമ്പയർ ചെയ്ത് കൊടുക്കും. എന്നിട്ട് അവർ ഡിസൈഡ് ചെയ്യും കാര്യങ്ങൾ. നമുക്കിത് സ്ഥാപനം ഇട്ടത് ഒരു 1 ഇയർ നമുക്കിത് കുറച്ചൊരു ചെറിയൊരു ഇതുണ്ട് എങ്കിലും പിന്നെ അത് വളർന്ന ഒരു അറിഞ്ഞു വരാനുള്ളൊരു ടൈമിങ് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്തായി പെട്ടെന്ന് തന്നെ സംഗതി റെഡിയായി. പിന്നെ നമ്മളിപ്പോൾ 4 വർഷമായിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് 4 വർഷമായിട്ടുള്ളൂ. ഇതിൻ്റെ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ മോശമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ നമ്മുടെ സീസൺ എന്ന് പറയുന്നത് മഴക്കാലമാണ്. മഴക്കാലം കഴിഞ്ഞാലും നമ്മൾ പിന്നെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ പോവാറുണ്ട്. മഴക്കാല സമയത്ത് നല്ല തിരക്കുള്ള സമയമായിരിക്കും. കാരണം ബൈക്ക് യാത്രക്കാർ കൂടുതൽ വരാൻ സാധ്യതയുള്ളൊരു ടൈമാണ് മഴക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മാറ്റണമെന്നില്ല, പക്ഷേ മറ്റുള്ളവർ നമ്മൾ പെട്ടെന്ന് ചെയ്തു കൊടുക്കും. അങ്ങനെയൊക്കെയാണ്. ഫാമിലി ഉപ്പ ഉമ്മ 2 പെങ്ങന്മാർ, പിന്നെ വൈഫും കുട്ടികളും. വലിയ വാഹനങ്ങൾ കൂടുതൽ നമ്മൾ പിന്നെ ബസ് എടുക്കാറുണ്ട്. അത് ബസ്സിൽ സീറ്റ് വർക്ക് ചെയ്യാറുണ്ട്. സ്റ്റെയറിങ്ങിൻ്റെ സീറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ കുഷൻ ടൈപ്പൊക്കെ ഒരു പറയുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ ലോറി, ടിപ്പറുകൾ, അതിൻ്റെ പിന്നെ മോഡിഫിക്കേഷൻ കാര്യങ്ങളും റെസ്റ്റിനെ കൊണ്ട് നമ്മൾ പറയുന്നത് പോലെ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് കാരണം അവർ ഒരു ടീമിന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വേറെ ടീമിനെ അവർ കൊണ്ടുവരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. നമ്മൾ ഒരാളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള പണികളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും. ചെറിയ വണ്ടികൾ പിന്നെ ദോസ്റ്റ് എടുക്കാറുണ്ട്, അതുപോലെ ഒമ്നി എടുക്കാറുണ്ട്. കാറ് പിന്നെ കൂടുതൽ റെഡിമെയ്ഡാണ് വരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ മോഡൽ അവർക്ക് കാണിച്ചു കൊടുക്കും. ആ മോഡൽ കൺഫേം ആയതിനു ശേഷം നമ്മൾ അഡ്വാൻസ് വാങ്ങിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും.
അപ്പോൾ അതിനനുസരിച്ച് ചെയ്യും. ഒരു മൊബൈലിൽ ചിലപ്പോൾ ഒരു പിക്ചർ കാണിച്ചു തരും, അതുപോലെ ചെയ്യാൻ പറ്റുമോ ചോദിക്കും. പറ്റുകയാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കും. അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളും നമ്മൾ എത്ര വരിക എന്നുള്ളത് പറഞ്ഞു കൊടുക്കും. അങ്ങനെയൊക്കെ കസ്റ്റമേർഡ് ആയിട്ട് ചെയ്യാറുണ്ട്. ഇതാണ് പൂക്കോട്ടുംപാടം യമാനിയ സ്കൂള്, 5ാം മൈലാണ് ഉള്ളത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിങ്ങിലാണ് EK സീറ്റ് വർക്ക് എന്ന് പറഞ്ഞ സ്ഥാപനം